നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭാഗമായ അരുണാചൽ പ്രദേശിനെ ചൊല്ലി ചൈന പലപ്പോഴും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായി അത്തരം അവകാശവാദങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും അരുണാചൽ പ്രദേശിനെ തുടർന്ന് ചൈന അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു പ്രത്യേകത, ഈ ഒരു അവകാശവാദം സംഘർഷം കടുത്തേക്കും അല്ലെങ്കിൽ അതിരൂക്ഷമായേക്കും എന്ന ഒരു അമേരിക്കൻ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശ് സംഘർഷ മേഖലയായി ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നാണ് പെൻറ്റഗൺ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട്. അരുണാചൽ പ്രദേശിന് മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് US കോൺഗ്രസിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. 2049 ലക്ഷ്യമാക്കി ചൈന നടത്തുന്ന ഗ്രേറ്റ് റെജുവനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി തായ്വാൻ, ദക്ഷിണ ചൈന കടലിലെ മറ്റ് പ്രാദേശിക പ്രദേശങ്ങൾക്കൊപ്പമാണ് അരുണാചൽ പ്രദേശും അവകാശപ്പെടുന്നത്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുവാനും പോരാടുവാനും വിജയിക്കുവാനും കഴിവുള്ള ലോകോത്തര സൈനിക ശക്തി രൂപപ്പെടുത്താനും ചൈന ലക്ഷ്യമിടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും നിയന്ത്രണ രേഖയിൽ സൈനിക പിന്മാറ്റത്തിനായി ലക്ഷ്യമിട്ടുള്ള ഒരു കരാറിലെത്തിയിരുന്നു. എന്നാൽ മാസങ്ങളോളം നീണ്ട ശാന്തതയ്ക്ക് ശേഷം അടുത്തിടെ അരുണാചൽ പ്രദേശിൽ സംഘർഷങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ലണ്ടനിൽ നിന്ന് ജപ്പാനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പ്രേമ തോങ് ഡോങ് എന്ന ഇന്ത്യൻ പൗരയെ ചൈനയിലെ ഷാങ്ഹായിൽ പുഡോങ് വിമാനത്താവളത്തിൽ 18 മണിക്കൂർ തടഞ്ഞു വെച്ചത് വലിയ ചർച്ചയായിരുന്നു. ഞങ്ങളും അന്ന് ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നതാണ്. ഇന്ത്യൻ പാസ്പോർട്ടിൽ ജനനസ്ഥലം അരുണാചൽ പ്രദേശ് എന്ന് രേഖപ്പെടുത്തിയതാണ് ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചത്. കാരണം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ല, ചൈനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞായിരുന്നു പ്രേമയെ അന്ന് 18 മണിക്കൂർ തടഞ്ഞു വെച്ചത്. പ്രേമയുടെ പാസ്പോർട്ട് അസാധുവാണെന്നായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പരാമർശിച്ച പ്രേമയെ പിന്തുണച്ച് വീഡിയോ ചെയ്ത ഒരു യൂട്യൂബറെ ചൈന തടഞ്ഞു വെച്ചതും വലിയ വിവാദമായിരുന്നു. അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണെന്നും എക്കാലവും ചൈന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ദക്ഷിണ ടിബറ്റ് അല്ലെങ്കിൽ സാംഗ്നാൻ എന്നാണ് ഈ മേഖലയെ ചൈന വിശേഷിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, അരുണാചൽ പ്രദേശ് മാത്രമല്ല, ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശിലെ നിരവധി സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലുള്ള സ്ഥലങ്ങൾക്കൊക്കെ ചൈന ഓരോ പേര് ചൈനീസ് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ചൈന വിശേഷിപ്പിക്കുന്നത് ആ പേരിലാണ്. അതായത് അത് അവരുടെ സ്ഥലമാണ്, രാജ്യമാണ് എന്ന തരത്തിലാണ് ചൈന പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം പേരിട്ടാണ് ചൈന എല്ലാ രേഖകളിലും പറയുന്നത്. 1914 ബ്രിട്ടീഷുകാർ വരച്ച മക്മോഹൻ രേഖ ചൈന അംഗീകരിക്കുന്നില്ല. അതിർത്തി നിർണയം ബ്രിട്ടനും അക്കാലത്ത് സ്വതന്ത്രമായിരുന്ന ടിബറ്റും മുഴുവൻ അരുണാചലും പ്രത്യേകിച്ച് തവാങ്ങും ചൈനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. ആദ്യകാലങ്ങളിൽ തവാങ്ങിൽ മാത്രമാണ് ചൈന അവകാശവാദം ഉന്നയിച്ചത്. പിന്നീട് സംസ്ഥാനം മുഴുവനായും അവകാശപ്പെട്ടു. അതിനുശേഷം ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഇടയ്ക്കിടെ അരുണാചലിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ട് ഇവർ പട്ടിക പുറത്തുവിട്ടിരുന്നു. US ലഡാക്ക് സംബന്ധമായ വികസനങ്ങളെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അരുണാചൽ പ്രദേശിനെ കുറിച്ച് നിശബ്ദമായിരുന്നു. ഇപ്പോൾ അരുണാചൽ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ചൈന നടത്തുന്ന ഭീഷണിപ്പെടുത്തലുകളും മറ്റ് തന്ത്രങ്ങളും US നന്നായി അറിയാമെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ചൈനയെ ഇന്ത്യ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാത്തത്. എത്ര നയതന്ത്ര ബന്ധം പുതുക്കിയാലും എന്നും ഇന്ത്യക്കിട്ട് പണി തന്നെയാണ് ചൈന തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ചൈന. കാരണം ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും അടിയിലൂടെ പണി വരികയും ചെയ്യുന്നതാണ് ചൈന. ഇപ്പോൾ നമുക്കറിയാം, ട്രംപ് ഈ താരിഫ് വർദ്ധിപ്പിച്ചതിന് ശേഷം ട്രംപിനെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ താരിഫ് വർദ്ധിപ്പിച്ച ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ലോകക്രമത്തിൽ പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തിരുന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ റഷ്യയുടെ പുടിനും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. അത് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ 7 കൊല്ലത്തിന് ശേഷമാണ്, ശരിക്കും പറഞ്ഞാൽ 2019 നമ്മുടെ ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിന് ശേഷം
അന്ന് 20ഓളം ഇന്ത്യൻ ഭടന്മാർ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുടെ ഭാഗത്ത് 40-ൽ പരം കാഷ്വാലിറ്റീസ് ഉണ്ടെന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സഹിതം അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ വെളിവാക്കിയത്. കാരണം അതിലെല്ലാം വ്യക്തമാണ്, 40-ൽ പരം പേര് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോണതും ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോണതും ഒക്കെ വ്യക്തമാണ് എന്ന് പറഞ്ഞതാണ്. ആ ഒരു സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈനയുടെ ഒരുപാട് ആപ്പുകൾ നമുക്കറിയാലോ, ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള നിരവധി ആപ്പുകൾ നമ്മൾ നിരോധിച്ചു. അതുപോലെ നയതന്ത്ര ബന്ധമായാലും ബാക്കിയുള്ള കച്ചവടമായാലും എല്ലാം ഗണ്യമായി നമ്മൾ കുറച്ചു. ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയാം. ആ രീതിയിൽ ബന്ധം വഷളായിരുന്നതാണ്. എന്നാൽ നമ്മുടെ ട്രംപ് ഈ അധിക തീരുവ ഏർപ്പെടുത്തി ചൈനയ്ക്കും ഇന്ത്യക്കും ബ്രസീലിനും ഒക്കെ തീരുവ ഏർപ്പെടുത്തിയപ്പോഴാണ് വീണ്ടും ചൈനയുമായിട്ടൊരു ബന്ധം ഉണ്ടായതും. കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ. ആ രീതിയിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ 7 വർഷത്തിന് ശേഷം നമ്മുടെ നരേന്ദ്രമോദി പങ്കെടുത്തതും ഷി ജിൻപിങ്ങുമായിട്ടൊക്കെ ഉള്ള കൂടിക്കാഴ്ച നടന്നതും. ഈ അടുത്ത കാലത്ത് ചൈനയുടെ പൗരന്മാർക്ക് പെട്ടെന്ന് ബിസിനസ് പൗരന്മാർക്ക് വിസ നൽകാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തു. അങ്ങനെ ഇന്ത്യയും ചൈനയുമായി ബൈ എന്ന രീതിയിൽ ബന്ധം പുരോഗമിക്കുകയാണെന്ന് നമുക്ക് തോന്നി. അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു, ഒരിക്കലും ബൈ ആണെങ്കിലും ഇന്ത്യ കണ്ണടച്ച് ചൈനയെ വിശ്വസിക്കില്ല. കാരണം ചൈന എപ്പോഴും അടിയിലൂടെ പണി ചെയ്യുന്ന രാജ്യമാണ്. ആ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മോദി ചൈനയുമായി അടുത്തതും. ഇപ്പോൾ കൃത്യമായും ഇത് ആ ഒരു അടുപ്പം കഴിഞ്ഞ് നയതന്ത്രപരമായും ബാക്കി നമ്മുടെ അതിർത്തികൾ നിൽക്കുന്ന സൈനികരെ പിൻവലിക്കുന്ന കാര്യത്തിലും ഇതെല്ലാം ചർച്ചകൾ തുടരുകയും ബാക്കി പുരോഗമനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് വീണ്ടും അരുണാചലിനെ ചൊല്ലിയുള്ള ചൈനയുടെ അവകാശവാദം. എന്നാലും ചൈന ബന്ധം, ഇന്ത്യ ബന്ധം, ചൈനയും ഇന്ത്യയുമായുള്ള ബന്ധം വഷളായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ കാലത്തും ചൈന ഇങ്ങനെ തന്നെയാണ്. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൈന ഇതുപോലുള്ള ഓരോ അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും അല്ലെങ്കിൽ ഭൂപടം മാറ്റി വരികയും ഒക്കെ ചെയ്തത് ഒരു ചൈനീസ് നയമാണ്. അപ്പോൾ അതിനും കാര്യമായിട്ട് ഇന്ത്യ അങ്ങനെ പ്രതികരിക്കാറുമില്ല, അല്ലെങ്കിൽ അതിന് തക്കതായ മറുപടി അപ്പം കൊടുത്തങ്ങ് നിർത്താറാണ് പതിവ്. എന്തായാലും നമുക്ക് നോക്കാം ഇത് ഇനി എങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. പക്ഷേ എന്തായാലും ഈ മാറിയ ലോകക്രമത്തിൽ റഷ്യ, ചൈന, ഇന്ത്യ എന്നിങ്ങനെ ഒരു ശക്തി രൂപപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ഇന്ത്യയെ ദോഷകരമായി ബാധിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ബാധിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ അനുവദിക്കുമില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് മോദിയാണ്. കൃത്യമായ നയതന്ത്രവും അതുപോലെ അടവുകളും നയങ്ങളും എല്ലാം പയറ്റി തെളിഞ്ഞ അല്ലെങ്കിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന പയറ്റാൻ കഴിവുള്ള മിടുക്കനായ ഒരു ഭരണാധികാരിയാണ് നമുക്കുള്ളത്. അതുതന്നെയാണ് ഇന്ത്യയുടെ നേട്ടവും അഭിമാനവും. അതുകൊണ്ട് ചൈന ഇന്ന് എന്തൊക്കെ തുള്ളിയാലും അതിനൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ഭാരതത്തിന് കഴിവുണ്ട് എന്ന് തന്നെയാണ് ഓരോ ഭാരതീയനും വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.